ഹലോ ഗൈസ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് കടായി. ടേസ്റ്റിന്റെയും ഫ്ലേവേഴ്സിന്റെയും ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഓരോ റെസിപ്പിയും ഡെലിഷ്യസ് ജേർണിയാണ്. എന്നാൽ എന്റെ കൂടെ പോരെ. ഇന്ന് നമുക്ക് തീരെ സമയമില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാം കുഞ്ഞി? നമുക്ക് ഒരു ഈസി റെസിപ്പി നോക്കാമല്ലോ. അപ്പൊ നമുക്ക് ഇന്നൊരു ഇൻസ്റ്റന്റ് മാംഗോ പിക്കിൾ ആയാലോ കുഞ്ഞി? ഓക്കെ അമ്മേ, ലെറ്റ്സ് ഗോ. അമ്മ, ഇതില് എന്തൊക്കെ വേണം? അങ്ങനെ ഒത്തിരി ഒന്നും ആവശ്യമില്ല കുഞ്ഞി. ദാ ഇത് കണ്ടില്ലേ, ഇത്രയും മതി. ഇടത്തരം വലിപ്പമുള്ള 4 മാങ്ങ. മാങ്ങയില് ഇച്ചിരി പുളി വേണം ഗൈസ്. അതെ, നമ്മൾ വിനിഗർ ചേർക്കാത്തത് കൊണ്ട് ഇച്ചിരി പുളിയുള്ള മാങ്ങയായാൽ അത്രയും നല്ലത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 4 ടീസ്പൂൺ. നോർമൽ മുളക് പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അളവിച്ചിരി കുറയ്ക്കണേ. 2.5 ടീസ്പൂൺ മതി. ഉലുവപ്പൊടി 3/4 ടീസ്പൂൺ. വറുത്തരച്ചതായാൽ വളരെ നല്ലത്, ടേസ്റ്റ് കൂടും. ഇല്ലെങ്കിൽ വേണ്ടെന്നേ, ഇതൊക്കെ തന്നെ മതി, ധാരാളം. അമ്മേ, കായപ്പൊടി മറക്കണ്ട, 1 ടീസ്പൂൺ. ഇനി വേണ്ടത് എണ്ണയാണ്. നല്ലെണ്ണയാണ് അച്ചാറുകൾക്ക് ഏറ്റവും ഉത്തമം. അതെന്തിനാ അമ്മേ? നല്ലെണ്ണ ചേർത്താൽ അച്ചാർ വേഗം കേടാകില്ല. പിന്നെ കുറെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. കാരണം എന്താണെന്ന് അറിയോ കുഞ്ഞി? ഇല്ലാത്തത് കൊണ്ട്. അതെ, നമ്മുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ലാത്തത് കൊണ്ട് സൺഫ്ലവർ ഓയിൽ വെച്ച് ഇന്നത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? ഫൈനലി 3 ടീസ്പൂൺ ഉപ്പ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ആദ്യം നമുക്ക് മാങ്ങ കഴുകി വൃത്തിയാക്കാം. അലേർട്ട് അലേർട്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മാങ്ങയിലും ഉപയോഗിക്കുന്ന പാത്രങ്ങളിലും വെള്ളമയം ഒട്ടും പാടില്ല. ഇനി നമുക്ക് മാങ്ങ ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്യാം. ദേ ഇതുപോലെ. നമുക്കിനി ഇതിലേക്ക് 3 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണേ ഗൈസ്. അയ്യോ അമ്മേ, നമ്മൾ സീക്രട്ട് പറഞ്ഞില്ല. ഇത് അത്ര വലിയ സീക്രട്ട് ഒന്നും അല്ല കുഞ്ഞി, എല്ലാവർക്കും അറിയാവുന്നതാ. എന്നാലും പറയാം. ഈ മാങ്ങയും ഉപ്പും ചേർന്ന മിക്സ് ഏറ്റവും കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ട് അച്ചാറുണ്ടാക്കിയാൽ എൻ്റെ കുഞ്ഞി, പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണില്ല അല്ലേ അമ്മേ? അമ്മേ, നമ്മൾ ഇതുവരെ കുക്കിംഗ് തുടങ്ങിയില്ല. അങ്ങനെ അത്ര വലിയ കുക്കിംഗ് ഒന്നുമില്ല കുഞ്ഞി. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം. ഗൈസ്, ഇതിലെ എന്റെ ഫേവറേറ്റ് പാർട്ട് ഏതാണ് അറിയാമോ? കടുക് പൊട്ടുന്ന ശബ്ദം. കടുക് പൊട്ടിയാലുടൻ വേണമെങ്കിൽ ഒരു ആഡംബരത്തിന് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് പാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. അയ്യോ, കരിഞ്ഞു. അപ്പൊ മസാല ഒന്നും വേണ്ടേ? ഉണ്ടല്ലോ. ഇതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ഇവയൊക്കെ ഈ ചൂടെണ്ണയിൽ ചേർത്ത് നന്നായി വഴറ്റാം. കുറച്ച് നന്നായി വഴറ്റിയതിനു ശേഷം ഈ കൂട്ട് നമുക്ക് മാങ്ങയിൽ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യണം. അച്ചാർ റെഡി. ഇനി ഇത് തണുത്തതിനു ശേഷം നമുക്കൊരു എയർ ടൈറ്റ് ഗ്ലാസ് ജാറിലാക്കി സൂക്ഷിക്കാം. ഈ അച്ചാർ നമുക്ക് ഫ്രിഡ്ജിൽ 3 മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യവും നമ്മൾ ഈ അച്ചാറിലേക്ക് ഇടുന്ന സ്പൂണിൽ വെള്ളമയമില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അമ്മേ, നമ്മുടെ അച്ചാർ യമ്മി ആണല്ലോ. If you like it, make sure to like, share and subscribe. Bye. നമുക്ക് പിന്നെ കാണാം.